അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് എനിക്കിപ്പോൾ കിട്ടിയ ഒരു വാർത്തയാണ്. അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഒരു ഉപവാർത്തയായിട്ട് ഈ കേരളത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് 18 മലയാളം ഇതാണ്. ആ മലയാളത്തിൻ്റെ അക്സസ് ചെയ്ത ഒരു ന്യൂസാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അഥവാ ഹമാസിൻ്റെ പുതിയ തലവനായി അവരോധിക്കപ്പെട്ട യഹ്യ സിൻവാറിനെ ബോംബിങ്ങിലൂടെ സയനിസ്റ്റ് സേന കൊലപ്പെടുത്തി എന്നതാണ് ആ വാർത്ത. ഈ വാർത്ത എന്നും വാർത്തകൾക്ക് കുപ്രസിദ്ധി നേടിയ, അഥവാ ഒരിക്കലും സത്യവുമായി ബന്ധമില്ലാത്ത വിശ്വാസയോഗ്യമല്ലാത്ത വാർത്തകൾ മാത്രം സയനിസ്റ്റുകൾക്കിടയിൽ സയനിസ്റ്റ് ഭീകരതയും വർഗീയതയും ഉണ്ടാക്കാൻ രൂപപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത മാത്രമാണ് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ. അതുപോലെ തന്നെയാണ് കേരളത്തിലെയും മറ്റും ജനങ്ങൾക്കിടയിൽ അവിശ്വാസവും വർഗീയതയും ശക്തിപ്പെടുത്തുക എന്ന മാത്രം ലക്ഷ്യം. അതല്ലാതെ സത്യത്തിൻ്റെ 4 അയലത്ത് പോലും എത്തിയിട്ടില്ലാത്ത ഒരു വിശ്വാസത നഷ്ടപ്പെട്ട ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ ന്യൂസ് 18 മലയാളം. അതിൻ്റെ ചുവട് പിടിച്ച് ന്യൂസ് ഇന്ത്യ മലയാളം പോലെയുള്ള ഉപചാനലുകളും ഒക്കെ ഈ വാർത്ത നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിരുന്ന യഹ്യ സിൻവാറിനെ ഞങ്ങൾ ഗസ സ്കൂളിന് മേൽ ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൊലപ്പെടുത്താനായി എന്ന് സന്തോഷപൂർവ്വം അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലെബനാനിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ കക്ഷിയെ ഇപ്പോൾ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് മറ്റൊരു വാർത്തയിലും പറയുന്നുണ്ട്. അതോടൊപ്പം വാക്കി ടോക്ക്, അതോടൊപ്പം തന്നെ പേജർ സ്ഫോടനം തുടങ്ങിയവയൊക്കെ വരുത്തി വെച്ച്, അഥവാ തികച്ചും ഇരുളിൻ്റെ മറവിൽ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യാമോ അതുമാത്രം ചെയ്ത് പരിചയിച്ച, ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എല്ലാം പ്രവർത്തിക്കുന്ന ആ അധമന്മാരെക്കാൾ മോശമായിട്ട് ആ അധമന്മാർ ചെയ്യാത്തത് പോലും അവർക്ക് മേലെ വെച്ച് ചാർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ വെറും ഭീരുവായിട്ടുള്ള വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന വാർത്താ ചാനലുകളാണ് ഞാൻ ഈ പറഞ്ഞ ന്യൂസ് 18 മലയാളവും, അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്ത് പ്രവർത്തിക്കുന്ന ടൈംസ് ഓഫ് ഇസ്രായേലും. അതല്ലാതെ ആരട്ട് തുടങ്ങിയിട്ടുള്ള പത്രത്തിന് പോലും ഇത്രയേറെ വർഗീയത ഇല്ല എന്ന് വേണം പറയാം. അപ്പോൾ അവരുടെ പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ ആഘോഷത്തിന് ഇസ്രായേലിൽ പതാക വരെ എന്തൊക്കെ ഉയർത്തിക്കെട്ടിയെന്നും തുടരെ സന്തോഷിക്കാൻ ഉത്തരവിട്ടെന്നും ഒക്കെ പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഒരിക്കലും ഇസ്മായിൽ ഹനിയയുടെയോ കാസിം സുലൈമാനിയുടെയോ, അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റ് അവരുടെ ഒന്നും തന്നെ കൊലപാതകങ്ങൾ നേരെ ചൊവ്വേ ഏറ്റെടുത്തിട്ടില്ലാത്ത ഈ സയനിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നുണ്ട്, യഹ്യ സിൻവാറിൻ്റെ കൊലക്ക് ഞങ്ങളാണ് ഉത്തരവാദി, ഞങ്ങൾ ആ കൊലപാതകത്തെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 7 ആക്രമണത്തിന് ഓപ്പറേഷന് കാരണക്കാരനായത് ഈ യഹ്യ സിൻവാർ ആയതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരിക്കലും യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, യുദ്ധം നിർത്തുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം യഹ്യ സിൻവാറിനെ പിടിക്കുക മാത്രമായിരുന്നു. ഹമാസിൻ്റെ ബുദ്ധിയും ഹമാസിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കാരണം യഹ്യ സിൻവാറാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾ യുദ്ധം നീട്ടുകയില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് അൽ ജസീറ പോലെയുള്ള നിഷ്പക്ഷ പത്രങ്ങളാവട്ടെ ഇത് മൊത്തം നുണയാണെന്നും ഇവർ വെറുതെ പടച്ചു വിടുകയാണെന്നും ഭീരുത്വം ശക്തിപ്പെട്ടതുകൊണ്ട്, അഥവാ പരാജയം മണക്കുന്ന സയനിസ്റ്റുകൾ വെറുതെയെങ്കിലും വ്യാജവാർത്ത പടക്കുകയാണ് എന്നാണ് അൽ ജസീറ തുടങ്ങിയിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പത്രങ്ങൾ പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെ പ്രതികരണമാവട്ടെ തികച്ചും ഒന്നിനും പ്രതികരിക്കാത്ത ശിഖണ്ഡികളായ അറബ് പത്രങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, അഥവാ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊന്നും തന്നെ പറയുന്നില്ല എന്നതും ഒരു കൗതുകകരമായിട്ടുണ്ട്. അഥവാ നിരപരാധികളായ ഈ കുഞ്ഞുങ്ങളെയും ആബാലവൃദ്ധം ജനങ്ങളെയും വേട്ടയാടി കൊല്ലാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായിട്ടും ഈ അറബ് രാജ്യങ്ങൾക്കോ, അതോടൊപ്പം തന്നെ ചേരിചേരാ രാജ്യങ്ങൾക്കോ, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ സംഘടനകൾക്കോ, UN-നോ അന്താരാഷ്ട്ര കോടതിക്കോ ഒരു പുല്ല് പോലും വിലയില്ല എന്ന് ലോകം തെളിയിക്കപ്പെട്ട ഒരു യുദ്ധം കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഹമാസ് ഇസ്രായേൽ
പരസ്പരമുള്ള ഈ യുദ്ധം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.